തമിഴ് സിനിമാ ലോകത്തിന് 1000 കോടി ക്ലബിൽ വരുന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ലെജൻഡറി ഫിലിം മേക്കർ മണിരത്നം പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഉയർന്ന ബോക്സ് ഓഫീസ് വരുമാനമുണ്ടാക്കുന്ന സിനിമകൾ മേക്ക് ചെയ്യുന്ന രീതി പിന്തുടരുന്നതിന് പകരം യഥാർത്ഥവും കലാമൂല്യവുമുള്ളതുമായ സിനിമകൾ ഉണ്ടാക്കുവാനാണ് തമിഴ് സിനിമാ ലോകം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വാണിജ്യ സൂചികകൾ വ്യവസായത്തിനുള്ള സർഗാത്മകതയെ അടിച്ചമർത്തുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. നമ്മൾ എന്തിനാണ് സിനിമകൾ നിർമ്മിക്കുന്നത്? ഉയർന്ന വരുമാനം നൽകുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ? അതോ ഒരു പരിധിവരെ ആധികാരികവും നല്ലതുമായ സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ? തുടക്കത്തിൽ ഒരു സിനിമ നല്ലതാണോ മോശമാണോ അതോ ശരാശരിയാണോ എന്നുള്ളതായിരുന്നു വിഷയം. എന്നാൽ ഇപ്പോൾ അത് കളക്ഷനിലും എല്ലാത്തിലും അമിതമായി പോകുന്നു. അത്തരം അതിരുകൾ സർഗാത്മകതയെ ഇല്ലാതാക്കുമോ എന്ന് ഭയപ്പെടുന്നു മണിരത്നം അഭിപ്രായപ്പെട്ടു. കമലഹാസനും സിലംബരസനും ജോജു ജോർജും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തഗ് ലൈഫ് എന്ന ഗാങ്സ്റ്റർ ആക്ഷൻ മൂവിയുടെ റിലീസിനിടെയാണ് മണിരത്നം തന്റെ അഭിപ്രായം പങ്കുവച്ചത്. ഗാങ്സ്റ്റർ മൂവി 2025 ജൂൺ 5-നാണ് റിലീസ് ചെയ്യുക. ഈ സിനിമയുടെ ടീസറും പാട്ടുകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാണ്. നീണ്ട 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കമലഹാസനും മണിരത്നവും ഒന്നിക്കുന്നത്. 1987-ലാണ് മണിരത്നം കമലഹാസനെ നായകനാക്കി നായകൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് തഗ് ലൈഫിലൂടെ ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത്. കമലഹാസനാണ് തഗ് ലൈഫ് എന്ന ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് ഈ കഥയ്ക്ക് ചേരുന്ന ടൈറ്റിലായി തോന്നി. ന്യൂജൻ പ്രേക്ഷകർക്ക് ഈ ടൈറ്റിൽ പെട്ടെന്ന് വർക്കൗട്ട് ആവും. ഒരു ക്രൈം ലോകത്ത് നടക്കുന്ന ഇമോഷണൽ ഡ്രാമയാണ് തഗ് ലൈഫ് എന്ന ഈ സിനിമ. അതിൽ ആക്ഷനും ഉൾപ്പെടും, മണിരത്നം പറഞ്ഞു.